മിനിക്കഥ പക്വതയെത്തും മുൻപേ ഞെട്ടറ്റു വീണവർ. രചനാവതരണം ശ്രീജ സുരേഷ്. തനിക്ക് ചുറ്റും മുഴങ്ങിക്കേട്ട കൂക്കിവിളികളും അലർച്ചയും അട്ടഹാസങ്ങളും മാലിനിയെ വല്ലാതെ അസ്വസ്ഥയാക്കി. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായാണ് അവൾ ആ മഹിളാ മന്ദിരത്തിൽ എത്തപ്പെട്ടത്. ഒരു സോഷ്യൽ വർക്കർ ആവുക എന്നത് കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹവും. ഇവിടെ എത്തി കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. ആദ്യ മണിക്കൂറുകളിൽ തന്നെ മനസ്സാകെ അസ്വസ്ഥമായിരിക്കുന്നു. അവൾ ചുറ്റും കണ്ണോടിച്ചു. 14ഉം 15ഉം ഒക്കെ പ്രായം തോന്നിക്കുന്ന കുറേ പെൺകുട്ടികളാണ്. അവളുടെ നോട്ടം അവരിലേക്ക് മാത്രമായി. ആ കണ്ണുകളിൽ നിറയുന്ന അമർഷം കണ്ടിട്ടാകാം ഇതൊക്കെ ഇവിടെ പതിവുള്ളതാണെന്നേ. ഒന്നോർത്താൽ ഓടിക്കളിക്കേണ്ട പ്രായമല്ലേ ആയിട്ടുള്ളൂ. സാഹചര്യത്തിന്റെ ഇരകൾ, അല്ലാതെ മറ്റെന്ത് പറയാനാ, ഗൗരി മാലിനിയോടായി പറഞ്ഞു. ഇവർക്കൊക്കെ സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് മഹിളാ മന്ദിരത്തിൽ എത്തപ്പെട്ടത്? മാലിനി ഗൗരിയുടെ ഉത്തരത്തിനായി കാത്തു. ഈ പെൺകുട്ടികളൊക്കെ അമ്മമാരാണ്. ഓരോ കഥകളുണ്ട് ഓരോ ജീവിതത്തിന്റെ പിന്നിലും. അമ്മയുടെ കാമുകനിൽ തുടങ്ങി സ്വന്തം രക്തബന്ധങ്ങളുടെ ചതിവരെയുണ്ട് പറയാൻ. അച്ഛനെ പഴി പറഞ്ഞ് കാമുകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കേമികളുമുണ്ട് അവരുടെ കൂട്ടത്തിൽ, ഗൗരി കൂട്ടിച്ചേർത്തു. മാലിനിയുടെ കണ്ണുകൾ വീണ്ടും ആ കുട്ടികളിലേക്ക് മടങ്ങിയെത്തി. പലതരം കളികൾ തിമിർത്തു നടക്കുന്നുണ്ട്. ആയമാരുടെ വിളികളെത്തുമ്പോൾ അമർഷത്തോടെ കുഞ്ഞിനെ ഊട്ടാനായി പോകുന്നവർ, അവരവരുടെ ജോലി തീർത്തെന്ന മട്ടിൽ പോയതിനേക്കാൾ വേഗത്തിൽ മടങ്ങിയെത്തുന്നവർ. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ അവൾ മിഴിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ തണൽ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ അമ്മമാരൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോകും. മിക്കവരും ഇവിടേക്ക് തന്നെ മടങ്ങിയെത്തുന്നതും കാണാറുണ്ട്. പക്വതയാകും മുമ്പേ ഞെട്ടറ്റു വീണവർ. ഒരു കണക്കിന് കഷ്ടം തന്നെ. ഗൗരി തൻ്റെ ജോലികളിൽ വ്യാപൃതയായി. ആദ്യ ദിവസത്തെ ഡ്യൂട്ടി പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഉറ്റവരാലും ഉടയവരാലും ചൂഷണം ചെയ്യപ്പെട്ട കുട്ടികളോട് സഹതാപം മാത്രമായിരുന്നു. ഒന്നോർത്താൽ ഇതൊരു ചതിക്കുഴിയാണ്. ഒരിക്കൽ പെട്ടുപോയാൽ ഒരു രക്ഷപ്പെടൽ അപൂർവവുമാണ്. ഇരകൾ ആഗ്രഹിച്ചാൽ പോലും അതിനനുവദിക്കാത്ത സമൂഹവും. വേഗമൊന്ന് വീട്ടിലെത്താൻ അവൾ ആഞ്ഞു നടന്നു.